ആഹാരവും നീഹാരവും മൈഥുനവും എല്ലാം അവർക്ക് ഗൗണം മാത്രമായിരുന്നു, മുഖ്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ ഭാര്യയിൽ മറ്റൊരുവൻ്റെ പുത്രനോ തൻ്റെ ഭർത്താവിന് മറ്റൊരുവളിൽ പുത്രനോ ഉണ്ടായാൽ പോലും സമചിത്തത കൈവെടിയാതെ നിലകൊള്ളുവാനും അതിനെ ഹിംസാത്മകതയിലേക്ക് കൊണ്ടുപോയി ഏതോ പേര് നേടുവാനും അത് കഴിഞ്ഞ് മറ്റേ ആരെയെങ്കിലും വഞ്ചിച്ചതിനെ ഏൽപ്പിക്കുവാനും ഒന്നുമുള്ള തൃഷ്ണയില്ലാത്തൊരു സത്യസന്ധത അന്നുണ്ടായിരുന്നു. കുറച്ച് അപകടകരമായ ഞാൻ പറഞ്ഞത്. ഒരു മകൾ വിവാഹപൂർവമായി പ്രസവിച്ചു എന്നാൽ പോലും അത് പേരുദോഷവും സമാജത്തിൽ പ്രശ്നവും ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് ഏതെങ്കിലും തെറ്റ് ചെയ്യുവാൻ മാതാപിതാക്കളെയോ അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതിയെയോ ഇന്നത്തെ പോലെ കർക്കശമായി വഞ്ചനാത്മകമായി കളങ്കപൂർവകമായി ചിന്തിക്കുന്ന തലമായിരുന്നില്ല പ്രായേണ സാധാരണ ജനങ്ങളുടെ ജീവിതക്രമങ്ങളിൽ. കുറേ ഉന്നതന്മാരുടെ ജീവിതക്രമങ്ങളിലുണ്ടാവും. ഇന്ന് സാധാരണൻ്റെ ജീവിതവും അതുതന്നെയാണ്. ശരിയാണ്. തൻ്റെ വീട്ടിൽ തൻ്റെ ഭാര്യാമക്കളെ ചൂണ്ടിക്കാണിച്ച് ഇത് ഇന്നയാളുടെ മകനാണ്, ഇത് ഇന്നയാളുടെ മകനാണ്, അതെൻ്റെ മകനാണ്, അവരെല്ലാം ഇപ്പോൾ ഞാനാണ് നോക്കുന്നത് എന്ന് പറയുന്ന, അതുകൊണ്ട് അഭിമാനമൊന്നും പോകാത്ത ഒരുപാട് അച്ഛന്മാർ ഇപ്പോഴും 80ഉം 90ഉം വയസ്സിൽ പലയിടത്തും ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയല്ല. നിങ്ങളാരും ഈ നാട്ടുകാരല്ല. ഉണ്ട്. അതിനേക്കാൾ ഇങ്ങനൊരു കാലം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. കുറേ കൂടെ ഇങ്ങനൊരു കാലം എന്ന് പറഞ്ഞാൽ മക്കൾ പലരുടെയാണ് അതൊക്കെ അങ്ങനെ തന്നെ സമ്മതിച്ചുകൊണ്ട് അവരുടെ എല്ലാ കാര്യവും നോക്കി ജീവിക്കുന്ന ഒരു 10-15 ഉദാഹരണമെങ്കിലും പറയാൻ നിങ്ങളുടെയൊക്കെ തലച്ചോറിലുണ്ടാവും, നിങ്ങളുടെ പ്രായത്തിലുള്ളവരുടെ. Am I right? ഇനി എൻ്റെ കൂടെ വന്നാൽ ഞാൻ ഈ ചുറ്റുവട്ടത്തൊക്കെ കാണിച്ചു തരാം. അത് ഇത്ര വലിയ പാടൊന്നുമില്ല. ഞാൻ കാണിച്ചു തരാം. നിങ്ങളുടെ അയൽവക്കത്തൊക്കെ തന്നെ കാണിച്ചു തരാം. ഇത് ഒരുപാട് ദൂരമൊന്നും പോകണ്ട. നിങ്ങൾക്ക് ഇനി പരിചയമില്ലെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് പരിചയമുണ്ട്. എത്ര തന്നെ. എത്ര ആർജവത്തോടെ, എത്ര സത്യസന്ധതയോടെ അമ്മയും പറയും ഇത് അദ്ദേഹത്തിൻ്റെ മകനാണ്, ഇത് ഇന്നയാളുടെ മകനാണ്, അതിവിടെ തേങ്ങ ഇടാൻ വന്ന കാലത്തുള്ളതാണ്, ഇത് കല്ലുവെട്ടാൻ വന്ന കാലത്ത് ഉണ്ടായതാണ്, ഇവൻ അടുത്ത് ശാന്തിക്ക് വന്നപ്പം അതിലുള്ള മകനാണ്, അവനിപ്പോഴും പൂജയിലും അതിലും ഇതിലുമൊക്കെയാണ് താല്പര്യം. ശരിയല്ല? വളരെ ലാഘവത്തോടെയാണ് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നത്. അല്ലാതെ നിങ്ങളുടെ കൂട്ട് ഇതാ മറ്റൊരാളെ അറിയുമ്പോഴേക്ക് ഏതാണ്ട് വലിയ മഹാപരാധം ചെയ്തു എന്ന വിചാരത്തിലൊന്നുമല്ല. ഈ അപരാധമൊക്കെ എല്ലാവരും എന്നും ചെയ്തുകൊണ്ടായിരിക്കുന്നത്. പക്ഷേ കുഞ്ഞിനാണ് സത്യം നിങ്ങളുടേത് മാത്രമാണ്. അങ്ങനെ വന്നു പോയെന്നേ ഉള്ളൂ. ഈ ആധ്യാത്മികതയാണ് ഇന്നുള്ളത്. കുറച്ച് കടന്നു പോയിട്ടുണ്ടാവും ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഈ പൊരുത്തപ്പെടാൻ വിഷമമുള്ളത് ഡയറക്റ്റ് ഹിറ്റായതുകൊണ്ടാണ്. വളച്ചും തിരിച്ചുമൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് സഹിക്കാം. ഇത് വളവും തിരിവൊന്നുമില്ല, ഡയറക്റ്റ്.
ഏകദം ഡയറക്റ്റ് അല്ലേ മോശേ? സാധാരണമായിരുന്നു എന്നുള്ള പദം ഞാൻ ഉപയോഗിച്ചില്ല. ഈ നിലകളെ വരെ സത്യസന്ധതയോടെ നേരിടാൻ അവർക്ക് കഴിഞ്ഞിരുന്നു എന്നേ ഞാൻ പദം ഉപയോഗിച്ചുള്ളൂ. വഞ്ചനാത്മകത ഇന്നത്തെ പോലെ ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. എക്സെപ്ഷൻസ് ആർ വെരി ഫ്യൂ. അത് മാത്രം താരതമ്യം. അഗ്രീഡ്? അതില്ലായിരുന്നു എന്നും ഞാൻ പറഞ്ഞില്ല. ഉണ്ടായിരുന്നു വഞ്ചനയുള്ളവർ. ബട്ട് ദേ ആർ വെരി ഫ്യൂ. എനിക്കേതായാലും അതിനോടും യോജിക്കാൻ പറ്റില്ല. ജനസംഖ്യയും സാമൂഹ്യ പ്രശ്നങ്ങളുമായി, ജനസംഖ്യയും സംസ്കാരവുമായി, ജനസംഖ്യയും ആധ്യാത്മികതയുമായി, ജനസംഖ്യയും ഭൗതികതയുമായി എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അത് ആനുപാതിക അംശത്തിലുള്ള വികാസം മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാത്രം. മറ്റൊരു തരത്തിലും അത് മനുഷ്യജീവിതത്തിൻ്റെ ഊടും പാവുമാണെന്ന് ഞാൻ വിശ്വസിക്കാറില്ല. ഞാൻ പറഞ്ഞതിൻ്റെ സമ്മാൻ സബ്സ്റ്റൻസ് അവിടെ കിടക്കുക. അതിൽ നിന്നാണ് നമ്മൾ ഈ ദൂരമെല്ലാം പോകുന്നത്. ഒരാൾ രാവിലെ എഴുന്നേറ്റാൽ അയാൾക്ക് കുറച്ച് രൂപ പോയാൽ, പറമ്പിൽ നിന്ന് ഒരു മരം വേറൊരുത്തൻ മുറിച്ചു കൊണ്ടുപോയാൽ, അതിർത്തിയിൽ നിന്ന് 2 സെന്റ് ഒരുത്തൻ മാന്തിയെടുത്താൽ, വഴിക്ക് വേണ്ടി തൻ്റെ പറമ്പിൻ്റെ ഒരു അരികു മാന്തിപ്പോയാൽ ഒന്നും ഉണ്ടാകുന്ന വേദന ഒരു ദിവസത്തെ അനുഷ്ഠാനം മുടങ്ങിക്കഴിഞ്ഞാലുള്ള വേദനയോട് താരതമ്യം ചെയ്താൽ താരതമ്യം അർഹിക്കാത്ത വിധത്തിൽ അകലമായിരുന്നു. ഇതാണ് അതിൻ്റെ തലം. ഇന്ന് ഞാനൊരു ആശ്രമത്തിൻ്റെ മഠാധിപതിയായി, ദശമഠാധീശ്വരായി, 10 മഠങ്ങളുടെ അധീശൻ, ലോകമെമ്പാടും അറിയപ്പെടുന്നവനായി, ആധ്യാത്മികതയുടെ കാവൽഭടനായി അറിയപ്പെടുമ്പോഴും എൻ്റെ ഒരു ദിവസത്തെ അനുഷ്ഠാനം തെറ്റിയാൽ, എൻ്റെ ഈശ്വരപരമായ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ വന്നാൽ എൻ്റെ ഓർമ്മയുടെ കലവികളിൽ നിന്ന് ആധ്യാത്മിക ശാസ്ത്രത്തിൻ്റെ, വേദാന്തത്തിൻ്റെ, യോഗശാസ്ത്രത്തിൻ്റെ പദങ്ങൾ വിസ്മൃതിയിലേക്കായി പോയാൽ അവയൊന്നും എന്നെ വേദനിപ്പിക്കുമെന്ന് തോന്നില്ല. പരിചയക്കാരനിലൊരുത്തൻ്റെ പേര് പറയാൻ ഞാൻ മറന്നുപോയാൽ, എൻ്റെ സമ്പാദ്യത്തിൻ്റെ കണക്കുകൾ കൂട്ടുമ്പോൾ അതിലൊരെണ്ണം ഇപ്പോൾ ഓർമ്മിക്കാൻ കഴിയാതെ വന്നാൽ, എൻ്റെ 10 മഠങ്ങളുടെ സ്വത്തുവകകൾ കൂട്ടുമ്പോൾ അതിലേതെങ്കിലും ഒരു മൂല എനിക്കിപ്പോൾ ഓർമ്മയിൽ കിട്ടാതെ വന്നാൽ, 10 കൊല്ലം മുമ്പുള്ള അക്കൗണ്ട് സമർപ്പിച്ചതിലെ ലാഭനഷ്ടങ്ങളുടെ ഒരെണ്ണം 10 കൊല്ലം കഴിഞ്ഞ് ഇപ്പോഴത്തതുമായി താരതമ്യം ചെയ്യുമ്പോൾ എൻ്റെ മസ്തിഷ്കത്തിലേക്ക് ടാക്സ് കൂട്ടുമ്പോഴോ മറ്റോ കടന്നു വരാതിരുന്നാൽ, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമായി ഞാൻ സംസാരിക്കുമ്പോൾ 3 കൊല്ലം മുമ്പെടുത്ത ഒരു പേപ്പർ ഇപ്പോൾ എനിക്ക് അത്ര കൃത്യമായി ഓർക്കാൻ കഴിയാതെ വന്നാൽ, അതിലെനിക്ക് തോന്നുന്ന വേദന മറ്റതിലെനിക്ക് തോന്നാറില്ല. നൂറോ 200 ഏക്കർ കിടക്കുന്ന സ്ഥലങ്ങളുടെ മൂലയിൽ പുറമ്പോക്കിലൊരു വീടും വെച്ചവൻ അതിൻ്റെ അരികിൽ നിന്ന് 10 സെന്റ് കവർന്നെടുത്താൽ അത് തിരിച്ചു പിടിക്കുന്നതിന് ഞാൻ കാണിക്കുന്ന ശുഷ്കാന്തി, അതിന് ഉദ്യോഗസ്ഥന്മാരെ ഞാൻ പോയി കാണുന്ന രീതി, നാട്ടുകാരെ കൂട്ടി അവനെ തല്ലാൻ ശ്രമിക്കുന്ന ശ്രമം, രാത്രിയിൽ അവൻ്റെ വീടിന് തീയിടാനുള്ള എൻ്റെ മുന്നേറ്റം, ഇത്രയും ആവേഗമൊന്നും നാമം ജപിക്കുന്നതിലോ യോഗശാസ്ത്രം പഠിക്കുന്നതിലോ എനിക്കുണ്ടാവാറില്ല.
പക്ഷെ ഞാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആധ്യാത്മികവാദി. എൻ്റെ സ്ഥൂല ശരീരത്തിൻ്റെ വിഷയചിന്തനത്തിനപ്പുറത്തേക്ക് ആധ്യാത്മികത കടന്നു ചെല്ലാതിരിക്കുകയും എൻ്റെ സ്ഥൂല ശരീരത്തെ വിട്ട് സൂക്ഷ്മവും കാരണവുമായ ശരീരത്തിൻ്റെ ആവേഗങ്ങളിൽ മുഴുവൻ വിഷയലോകം കറതീർന്ന് തത്തിക്കളിക്കുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ ടെക്നിക്കുകളും പിക്നിക്കുകളുമൊക്കെ എന്നെ ആധ്യാത്മികതയിലെത്തിക്കുക? ഇതൊക്കെ ചിന്തിച്ച് കഴിഞ്ഞിട്ട് പോരെ ജപിക്കാൻ? ഞാൻ നിങ്ങളോട് പോകരുതെന്നും പോകണമെന്നും ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാനൊന്നും പറഞ്ഞില്ല. പണ്ടൊരു സ്ഥലത്ത് ഒരു സ്വാമിജി പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റു. അവിടെ 10-200 പേരിരിക്കുന്ന ഒരു ഹാളാണ്. അപ്പോൾ സ്വാമിജി പറഞ്ഞു, ഭക്ഷണത്തിന് 3 ദോഷങ്ങളുണ്ട്. 1 ജാതി ദോഷം, 2 ആശ്രയദോഷം, 3 നിമിത്ത ദോഷം. ലോകത്തിലെ ഏറ്റവും ദോഷം കുറഞ്ഞ ഭക്ഷണം അമ്മയുണ്ടാക്കി തരുന്നതാണ്. കാരണം അതിന് ആശ്രയദോഷം അല്പം പോലുമില്ല. കാരണം ഒരമ്മ തൻ്റെ കുഞ്ഞിന് എന്ത് ഉണ്ടാക്കുമ്പോഴും അതിന് തൊട്ട് മുമ്പ് ആ അമ്മയെ കുത്തിന് പിടിച്ച് ആ മകൻ ഇടിച്ചവനായിരുന്നാൽ കൂടി എൻ്റെ കുഞ്ഞ് നന്നാകണം എന്നോർത്തല്ലാതെ ആ അരിയെടുത്ത് അടുപ്പിലിടുകയോ വേവിക്കുകയോ വിളമ്പുകയോ ചെയ്യില്ല. ഭാര്യയായിരുന്നാൽ നിങ്ങൾ വാങ്ങിക്കൊടുത്തതൊക്കെ സന്തോഷിപ്പിച്ച് നിർത്തിയിട്ട് മേടിച്ച് കഴിച്ചാൽ ആരോഗ്യം ഉണ്ടാവില്ല, ഗ്യാസ് ഉണ്ടാവും. പതിവായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്തിട്ട് വേണം ആഹാരം ഭാര്യയിൽ നിന്ന് വാങ്ങിക്കഴിക്കാൻ. അല്ലാതെ കഴിക്കുന്നവനൊക്കെ രോഗിയാണ്. കാരണം അതൊരു ബന്ധം അങ്ങനെയാണ്. മക്കളായാലും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഹോട്ടലായാൽ പറയുകയും വേണ്ട. അവിടെ ഈ ദോഷങ്ങൾ 3 സജീവമായിരിക്കും, തർക്കമില്ല. അപ്പോൾ ഇതൊക്കെ സ്വാമിജി പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരനേറ്റിട്ട് ചോദിച്ചു, എനിക്ക് ജോലി വെളിയിലാണെങ്കിൽ കൂടെ വന്ന് നിൽക്കാൻ ഭാര്യയ്ക്ക് പറ്റിയില്ലെങ്കിൽ അപ്പോൾ ഞാൻ ഹോട്ടലിനെ അല്ലാതെ എന്തിനെയാണ് ആശ്രയിക്കുക? ഇതുപോലാണ് ചോദ്യം. മനസ്സിലായില്ല? അത് ഈ പത്രക്കാരുടെ സന്നിവേശം കൂടുതലാവുമ്പോൾ ജീവിതത്തിൽ ഒരു കാര്യവും നമ്മുടെ നിലയിൽ ചെയ്തു നോക്കിയിട്ട് അത് അങ്ങനെയല്ലാതെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്ന് പ്രായോഗികമായി അറിഞ്ഞിട്ടല്ലാതെ നമ്മുടെ മനസ്സ് നേരത്തെ തന്നെ നമ്മൾ നാമം ജപിക്കാനിരിക്കുമ്പോൾ വേറൊരാൾ വരുമെന്നും അയാൾ അത്യാവശ്യക്കാരനായിരിക്കുമെന്നും അപ്പോൾ അതാണോ ഇതാണോ ചെയ്യേണ്ടതെന്നും ഒക്കെ ഇരുന്ന് നോക്കുന്നതിന് മുമ്പേ ചിന്തിക്കാൻ, ആ നേരത്ത് മാത്രമേ നമ്മളെ കാണാൻ ഈ അത്യാവശ്യക്കാരൻ വരാവൂ എന്ന് നേരത്തെ തീരുമാനിക്കുന്നത് നാമം ജപിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടായിരിക്കില്ലേ? അല്ല, ഇരുന്ന് നോക്കിയില്ലല്ലോ. ഇങ്ങനത്തെ ചോദ്യമാണ് നമുക്കുള്ളത്, അല്ലേ? ജീവിതം മുഴുവൻ നമുക്ക് ഇങ്ങനെയാണ് സംഭവിക്കേണ്ടത് എന്ന് നമുക്കൊരു നിർബന്ധമുള്ളത് പോലെയാണ്. ഇറ്റ്സ് നോട്ട്. ആ അനുഭവം നമ്മൾ നേരത്തെ നമ്മൾ സങ്കല്പിക്കുന്നതുകൊണ്ടാണ്. മറിച്ച് ഞാൻ ചെയ്യുന്ന നല്ല കാര്യങ്ങളുടെ വേളകളിൽ അത് കഴിയുന്നതുവരെ ആരും വരില്ല. അത് കഴിഞ്ഞേ എത്തൂ. വരികയല്ല. അപ്പം അത് ഉപയോഗിക്കരുത്.
സ്ഥിരതയില്ലായ്മ എന്ന് പറയുന്നത് കടന്ന കയ്യാണ്. അല്ലത് ഞാൻ കുറച്ച് കടന്ന കയ്യാണ്. ഈ പ്രയോഗമൊക്കെ നിങ്ങൾ പ്രയോഗിക്കുമ്പോൾ തമ്മിൽ കാര്യം അടുക്കരുന്ന് കപ്പ നിന്നപ്പം നിങ്ങളെക്കാൾ ഒരു കഷ്ണം കൂടുതൽ കഴിച്ചു എന്നോർത്ത് നിങ്ങൾ ഈ പ്രയോഗമൊക്കെ അടുപ്പിച്ച് പ്രയോഗിക്കരുത്. അവസാനം നിങ്ങളിതെല്ലാം പ്രയോഗിച്ചിട്ട് നിങ്ങളൊക്കെ തമ്മിൽ ഓരോ സ്ഥലത്ത് പോകും. ഈ പ്രയോഗിച്ചതെല്ലാം വേറൊരുത്തൻ ടേപ്പ് ചെയ്തിട്ട് സ്വാമി പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് കൊടുക്കും. പിന്നെ അവസാനം എനിക്ക് ബുദ്ധിമുട്ടാവും. ഇതിനെല്ലാം ഈ ഉദ്ധരണിക്ക് താഴെ സ്വാമി എന്നുള്ള പേര് വന്നാൽ എവിടെയാ പറഞ്ഞു നിർത്തി? ഞാൻ ഈ മറന്നു ഇടയ്ക്ക് എവിടെ പറഞ്ഞു? നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യത്തിൽ നിന്ന് എന്തെല്ലാം ഉദാഹരണങ്ങൾ പറഞ്ഞാലും ഒന്ന്, നമ്മുടെ ആധ്യാത്മികമായ സാധനാക്രമങ്ങളും അന്വേഷണങ്ങളും നമ്മുടെ വായ്ത്താരിക്കപ്പുറം സൂക്ഷ്മ കാരണ ശരീരങ്ങളിൽ സന്നിവേശിച്ച് രൂപാന്തരപ്പെടുന്നില്ല. ഈസ് ഇറ്റ് റൈറ്റ്? മറ്റൊരു ജീവനെ കാണുമ്പോൾ അത് ഞാൻ തന്നെയാണെന്നും അത് ബഹുമാന ഭാവങ്ങളോടെ കാണണമെന്നും നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നാം അറിയാതെ അഭിവാദനം ചെയ്യാൻ. ഇസ് ഇറ്റ് റൈറ്റ്? ഒന്നും അറിയാതെ കൈയറിയാതെ ഒന്ന് കുപ്പാൻ. അയാൾക്ക് എന്താണാവോ ഞാൻ ചെയ്തു കൊടുക്കേണ്ടത് എന്ന് വിനയാന്വിതമായി ചിന്തിക്കാൻ. എന്നെക്കൊണ്ട് എന്ത് ഉദ്ദേശിച്ചാണ് ആ ജീവൻ എൻ്റെ അടുത്തെത്തിയിരിക്കുന്നത് എന്ന് ആലോചിക്കാൻ കുറഞ്ഞ പക്ഷം എൻ്റെ സാമീപ്യം അവൻ അലോസരമാകാതെയും എൻ്റെ വാക്കുകൾ അവന് വേദനാപൂർവകമാകാതെയും എൻ്റെ പെരുമാറ്റ വിശേഷങ്ങൾ അവൻ്റെ ലൗകിക വാസനകളെ താൽക്കാലികമായെങ്കിലും വിടുവാൻ പ്രേരിപ്പിക്കുന്ന വിധവും ആയിത്തീരാവുന്ന വിധത്തിൽ എൻ്റെയും നിങ്ങളുടെയും ആധ്യാത്മിക ചോദന സൂക്ഷ്മ കാരണ ശരീരങ്ങളിൽ വളർന്നു കഴിഞ്ഞാൽ മാത്രമേ നാം ആധ്യാത്മിക നഭോമണ്ഡലത്തിൽ സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അർത്ഥമുള്ളൂ. മനസ്സിലായില്ല? നിങ്ങളിൽ ഓരോ ഭർത്താവും, നിങ്ങളിൽ ഓരോ ഭാര്യയും, നിങ്ങളിൽ ഓരോ മകളും ഓരോ മകനും നിങ്ങളുടെ താവളങ്ങളിലേക്ക് ഒരാധ്യാത്മിക ക്യാമ്പോ ഒരാധ്യാത്മിക പരിപാടിയോ ഒരാധ്യാത്മിക സർജനമോ ഒരാധ്യാത്മിക ചിന്തയോ കഴിഞ്ഞെത്തുമ്പോൾ നിങ്ങളുടെ സാമീപ്യം, നിങ്ങളുടെ ഉണർവ്, നിങ്ങളുടെ ജീവിതക്രമം അവയുമായി സമ്പർക്കം പുലർത്തുമ്പോഴെല്ലാം എന്തെന്നില്ലാത്തൊരുന്മേഷവും ഉണർവും നിങ്ങളുടെ ഭാര്യയ്ക്ക്, നിങ്ങളുടെ ഭർത്താവിന്, നിങ്ങളുടെ മകൾക്ക്, നിങ്ങളുടെ അച്ഛന്, നിങ്ങളുടെ അമ്മയ്ക്ക്, നിങ്ങളുടെ പരിചയക്കാർക്ക്, നിങ്ങളുടെ ബന്ധുജനങ്ങൾക്ക് നിങ്ങളും അവരും അറിയാതെ ഉണ്ടാകുന്നു എങ്കിൽ നിങ്ങളിൽ ഏതോ ഒരു ആധ്യാത്മികതയുടെ ആവിർഭാവം തുടങ്ങിയെന്ന് ഉറച്ചു വിശ്വസിക്കാം. മനസ്സിലായില്ല? നിങ്ങൾ ആധ്യാത്മികമായ നഭോമണ്ഡലത്തിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ സാമീപ്യം, നിങ്ങളുടെ സമ്പർക്കം ഇവയുണ്ടാകുന്നൊരു വേളയിൽ നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ മകൾ, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ അമ്മ, നിങ്ങളുടെ ബന്ധുജനങ്ങൾ
നിങ്ങളുടെ പരിചയക്കാർ, നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഓഫീസിൽ ജോലി ചെയ്യുന്നവർ, അവർ കൈക്കൂലിക്കാരാകട്ടെ, കരിഞ്ചന്തക്കാരാകട്ടെ, വെള്ളമടിക്കുന്നവരാകട്ടെ, കൊള്ളുകില്ലാത്തവരാകട്ടെ, ഏത് തരക്കാരുമാകട്ടെ, നിങ്ങളുടെ സാമീപ്യമോ സമ്പർക്കമോ ഉണ്ടാകുന്ന വേളയിൽ അവരുടെ ലൗകിക വിഷയ വികാരങ്ങളെല്ലാം മാറി നിന്ന് എന്തെന്നില്ലാത്തൊരു ഉണർവും ഉന്മേഷവും ആനന്ദവും, അതുകൊണ്ട് സത്യവും ധർമ്മവും നീതിയും അവരിൽ ഉൽപ്പന്നമാകുന്നു എങ്കിൽ നിങ്ങളുടെ ആധ്യാത്മികതയുടെ ഈടുവയ്പിൽ നിങ്ങൾ കുറച്ച് വിശ്വസിക്കാം. മതിയായി. ഇത് മാത്രമാണ് ആധ്യാത്മികത. ധാരാളം. പക്ഷെ നമ്മൾ നടന്നു പോകുമ്പോൾ നമുക്ക് ചെറിയ ആധ്യാത്മിക സർജനം ഉണ്ടെങ്കിൽ ഈവൻ മൃഗങ്ങൾക്ക് വരെ നമ്മുടെ സാമീപ്യത്തിലെ ആനന്ദം പ്രകടമാവും, സസ്യങ്ങൾക്ക് പ്രകടമാവും. നാം അറിയാതെ നടന്നു പോകുമ്പോൾ തഴച്ചു വളർന്നു നിൽക്കുന്ന പ്രയോജനപ്രദമായൊരു ചെടിയുടെ ചോട് ചവിട്ടിയൊടിച്ചോ അതിൻ്റെ തലനുള്ളിയോ ആണ് കടന്നു പോകുന്നതെങ്കിൽ നമ്മുടെ അബോധത്തിൽ ഹിംസയുടെയും വിഷയ ലോകങ്ങളുടെയും എത്ര തീഷ്ണ വികാരങ്ങളായിരിക്കും ഉണ്ടാവുക. നല്ലതുപോലെ വൈറ്റ് വാഷ് ചെയ്തൊരു പ്രതലത്തിനടുക്കൽ മണ്ണിൽ ചവിട്ടിയിട്ട് വന്ന് നിൽക്കുന്ന നമ്മൾ ആ കാലെടുത്ത് അതിലേക്ക് പതിപ്പിച്ച് വയ്ക്കുമ്പോൾ അറിയാതെ ആ കാലുകൾ അതിനെ വൃത്തിഹീനങ്ങളാക്കുന്ന വിധത്തിലാണ് നമ്മുടെ പെരുമാറ്റം നമ്മുടെ അബോധത്തിൽ രേഖപ്പെടുത്തിയതെങ്കിൽ ബോധത്തിലേക്കാൾ എത്ര കർക്കശമാണ് നമ്മുടെ അബോധം. നാം സഞ്ചരിക്കുന്ന ബസ്സിലിരിക്കുന്ന സീറ്റിലിരുന്നു കൊണ്ട് നഖം കൊണ്ട് ആ സീറ്റ് പതുക്കെ കീറി, ആരുടെ ബസ്സുമാവട്ടെ അതിനകത്തെ സ്പോഞ്ച് പതുക്കെ പതുക്കെ ഞെക്കി കുറേശ്ശെ പുറത്തിടാൻ പാകത്തിനാക്കിയിട്ടാണ് നാം ഇറങ്ങിപ്പോരുന്നതെങ്കിൽ എന്ത് ആധ്യാത്മിക സർജനമാണ് എനിക്കും നിങ്ങൾക്കുമുള്ളത്. ഭക്ഷണം കഴിക്കാൻ ഞാനും നിങ്ങളും ഒരു ഹോട്ടലിൽ കയറി ഇഷ്ടം പോലെ ഭക്ഷണം തരുന്ന ഹോട്ടലിൽ നിന്ന് പൈസ നേരത്തെ കൊടുത്ത് കയറിയിരുന്നുണ്ണുമ്പോൾ 25 രൂപ കൊടുത്തതാണ് എന്നുള്ളൊരു കണക്ക് മനസ്സിലോർത്ത് വയറ് നിറച്ചുണ്ട് കഴിഞ്ഞ് ഇലയിലേക്ക് വീണ്ടും ചോറും കൂട്ടാനുകളും വാങ്ങിച്ച് നമുക്കുപയോഗിക്കാൻ പറ്റാത്ത തൈരവിടെ ഇരിക്കുന്നത് അതിനകത്തേക്ക് ആ അച്ചാറിൽ കൈമുക്കി അതൊന്ന് ഇളക്കിയും വെച്ച് ബാക്കിയൊക്കെ കൂടെ സാമ്പാറും ഒക്കെ ഒഴിച്ച് കുഴച്ച് വെച്ച് ഇലമടക്കി എഴുന്നേറ്റ് പോരുമ്പോൾ നമ്മുടെ 25 രൂപ ഒപ്പിച്ചു എന്ന ലാഭമാണ് തോന്നുന്നതെങ്കിൽ എന്തിനീ നാമം ജപിക്കണം? ഞാൻ 1000 ഓർമ്മയുടെ ഹോട്ടലുകളിലൂടെ കടന്നു പോകുന്നുണ്ടാവും. അതിൽ കുഴച്ചതെല്ലാം എന്നെ കയറി ആക്രമിക്കുന്നുണ്ടാവും. ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ചല്ല പറഞ്ഞു, എന്നെ ഉദ്ദേശിച്ചു. നിങ്ങൾ നിങ്ങളെ ഉദ്ദേശിച്ച് കേൾക്കുന്നു, അതെൻ്റെ കുറ്റമല്ല. നിങ്ങൾ നിങ്ങളെ ഉദ്ദേശിച്ച് കേൾക്കുന്നു, ഞാൻ എന്നെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. അങ്ങനെയേ പറയാനാവൂ. മനസ്സിലായില്ല? അല്ലപ്പോൾ ആലോചിച്ച് നോക്കുക. നമ്മുടെ ജീവിതക്രമങ്ങളുടെ ഓരോ അംശങ്ങളും നാം കൊണ്ടുപോകുമ്പോൾ നിയതമായൊരു അച്ചടക്കവും നിരുപദ്രവകരമായ ഒരു സൗഖ്യവും നിതാന്തമായ ഒരു ജാഗ്രതയും ആധ്യാത്മിക സർജനത്തിൻ്റെ ഊടും പാവുമാണ്. അത് വിനയാന്വിതമാണ്. അത് സമസൃഷ്ടങ്ങളെ
സമമായി കാണുന്നതാണ്. അതാണ് കൈവരേണ്ടത്. കൈവരുന്നില്ലെങ്കിൽ വിഷയലോലുപത്വം നമ്മുടെ കാരണ ശരീരത്തിൻ്റെ അന്തസ്ഥ തലങ്ങൾ വരെ പുലുകി നിൽക്കുന്നു എന്ന് നാം തിരിച്ചറിയണം. ഒന്നും നഷ്ടപ്പെടുത്താതെ, ഒന്നിനെയും ധിക്കരിക്കാതെ, ഒന്നിനോടും എതിരിടാതെ സഞ്ചരിക്കാവുന്ന സ്വച്ഛന്തവും സുഭഗവുമായ ഒരു വഴിയാണ് ആധ്യാത്മികതയുടെ വഴി. ഭൗതികതയിൽ ഏറ്റുമുട്ടലുകളും ബഹളങ്ങളുമൊക്കെ ഉണ്ടാവാം. കാമം ക്രോധത്തിൻ്റെ മാതാവാണ്. കപ്പ കുറേശ്ശെ ഉറക്കം വരുത്തുന്നുണ്ടല്ലേ. ഒറ്റപ്പണിയേ പറ്റൂ, അയ്യരുടെ പണി. ഒന്ന് നടക്കുക, എന്നിട്ട് കേൾക്കുക, നടന്നുകൊണ്ട് കേൾക്കുക, അടുക്കക്കൂടെ. അതാണ് പിന്നെ എളുപ്പവഴി. ചിലരൊക്കെ ഇങ്ങനെ മസിൽ പിടിച്ച് കണ്ണ് തുറക്കാൻ ശ്രമിക്കുന്നു. അത് തിന്നപ്പോൾ ഓർക്കണം കപ്പയാണ്. രസോർത്തങ്ങ് അടിച്ചു. അവനകത്ത് പ്രവർത്തിക്കാൻ തുടങ്ങി നന്നായിട്ട്. ഉച്ചയ്ക്ക് ആഹാരം കുറച്ച് കൊടുത്താൽ മതി കേട്ടോ. ആദ്യം മേടിച്ചോളൂല്ലേ. എഴുന്നേപ്പിക്കരുത്തുമൊക്കെ ചെയ്യണോ? വേണ്ട. എങ്ങനെ കണ്ണ് അങ്ങനെ പറയണമെന്നാ ചോദിച്ചേ. റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡൊക്കെ വേണമെന്നാ ചോദിച്ചേ. വേണമെന്നാ പറയുന്നത്. അപ്പോൾ ഉറക്കത്തല്ലോ. സമയം എന്തായി? എത്ര വരെയാ സമയം? 10:30 വരെയാ. അപ്പോൾ കുഴപ്പമില്ല. 10:30 എഴുന്നേറ്റ് കൂടും, അന്നേരം കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ സ്ഥൂല ശരീര താതാത്മ്യം, സൂക്ഷ്മ ശരീര താതാത്മ്യം, കാരണ ശരീര താതാത്മ്യം എന്ന 3 താതാത്മ്യങ്ങളും വിഷയത്തിലാണ് സംഭവിക്കുന്നത്. ഇതൊന്ന് മാറ്റണം. വിഷയങ്ങളെ ഗൗണമായും ആത്മനിഷ്ഠയെ മുഖ്യമായും കരുതി ഈ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളിലേക്ക് ആത്മനിഷ്ഠയെ കൊണ്ടുപോകണം. അതാ ഇതിൻ്റെ പരിഹാരം. ഓരോ സാധനയും ശ്രദ്ധാപൂർവവും വിഷയവാസനയെ ഉല്ലംഘിക്കുമാറ് തജ്ജന്യവാസനയെ ഉണ്ടാക്കുന്നതുമാക്കി ചെയ്യണം. വിഷയത്തെ മുഖ്യമാക്കിക്കൊണ്ട് സാധനകളെ കൊണ്ടുപോകരുത്. ഇതുകൊണ്ടാണ് ആധ്യാത്മിക സാധനയുടെ ലോകങ്ങളിൽ സ്വനിർമ്മിതമായൊരു ദാരിദ്ര്യത്തെ പ്രാചീനർ വച്ചത്. മനസ്സിലായില്ല? ദാരിദ്ര്യം ആരും അടിച്ചേൽപ്പിച്ചതല്ല. കത്തോലിസിസത്തിൻ്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് എടുക്കുമ്പോൾ ബ്രഹ്മചര്യവും അച്ചടക്കവും ദാരിദ്ര്യവും നിർബന്ധമായിരുന്നു. കത്തോലിസിസം എന്ന് പറഞ്ഞാൽ അറിയുമോ എന്നറിയില്ല. കത്തോലിക്ക പ്രീസ്റ്റിനെ കണ്ടിട്ടുണ്ടാവുമോ? കന്യാസ്ത്രീകളെ അച്ഛന്മാരെയും ഇല്ല. ഒരു 15 കൊല്ലം മുമ്പ്
അവരുടെ നിയമ സംഹിത എന്ന് പറയുന്നത് നിർബന്ധമായ ബ്രഹ്മചര്യം. ഇപ്പോൾ അവർ സമരം ചെയ്തു തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു അതിനെതിരായിട്ട്. ഏതാണ്ട് മിക്കവാറും 10 കൊല്ലത്തിനുള്ളിൽ അനുവദിക്കുമെന്ന് തോന്നുന്നു. അത് മറ്റു കോൺഗ്രിഗേഷൻസാണ്. കത്തോലിസത്തിലില്ല. കത്തോലിസത്തിൽ നിർബന്ധ ബ്രഹ്മചര്യം ഇന്നുമുണ്ട്. നിർബന്ധമുണ്ട്, ബ്രഹ്മചര്യം ഉണ്ടോ എന്നറിയില്ല. കാരണം അത് നമുക്ക് പുറത്തറിയാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. നിർബന്ധമുണ്ട് എന്നുള്ള കാര്യം പുറത്തറിയാവുന്നതാണ്. അപ്പോൾ ബ്രഹ്മചര്യത്തിൻ്റെ നിർബന്ധം, അച്ചടക്കത്തിൻ്റെ നിർബന്ധം, സ്വനിർമ്മിതമായ ഒരു അച്ചടക്കത്തിൽ മാത്രമേ ആധ്യാത്മികത ഉണരൂ. ആ പ്രാചീനമായ കൺസെപ്റ്റാണ് ഇന്നലെ നിങ്ങളൊരു ചോദ്യം ചോദിച്ചപ്പോൾ ഉത്തരം പറയാൻ എനിക്കറിയില്ല എന്ന് പറയേണ്ടി വന്നത്. ഞാൻ എത്ര ചിന്തിച്ചിട്ടും എനിക്ക് അറിയാൻ പറ്റില്ല എന്ന് പറയേണ്ടി വന്നത് അതുകൊണ്ടാണ്. എൻ്റെ മനസ്സിൻ്റെ ഭാവങ്ങൾ അതിനെ വരുന്ന തലങ്ങളിൽ പുറത്തേക്ക് വിടുമ്പോൾ, ശബ്ദമോ സ്പർശമോ രൂപമോ രസമോ ഗന്ധമോ ഉൾക്കൊള്ളുന്ന വിഷയലോകങ്ങളെ പുറത്തേക്കുണ്ടാക്കുമ്പോൾ, വിഷയങ്ങൾ കൂടുതൽ ശക്തിയിൽ എന്നിൽ രേഖപ്പെടുത്തുകയാണോ വിഷയങ്ങൾ ഒഴിഞ്ഞു പോവുകയാണോ എന്ന കാര്യം സംശയാസ്പദമാണ്. ആചാര്യന്മാരിൽ ഉത്തമന്മാരായ ചിലർ ഇതിന് ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. സർവോത്തമനായ രമണ മഹർഷിയും വിഷയങ്ങളെ അനുഭവിച്ചു തീർക്കാമെന്ന വ്യാമോഹം പെട്രോൾ ഒഴിച്ച് തീകെടുത്തുന്ന പോലാണ്. തീകെടും പെട്രോൾ ഒഴിച്ചാൽ. ഒരു വീപ്പ പെട്രോൾ ഒന്നിച്ചൊരു തിരിയുടെ പൊക്കത്തിലേക്ക് ഒഴിച്ചാൽ കെട്ടുപോകും, ഇല്ലേ? കെട്ടുകയല്ലേ? കെടുകയില്ല. ഇത് പെട്രോളാ, മണ്ണെണ്ണയല്ല. അത് നിങ്ങൾ പറയുമെന്നറിയാം, അതിനാണ് ഞാൻ ആ ഉദാഹരണം അങ്ങനെ തന്നെ പറഞ്ഞത്. ഇത് പെട്രോളാ, അവൻ ഒന്നിച്ചൊഴിച്ചാലല്ല എങ്ങനെ ഒഴിച്ചാലും കെടുകയില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ പെട്രോൾ കൊണ്ടുള്ള തീ കെടുത്താൻ പെട്രോൾ മതിയാകുമായിരുന്നില്ലേ? അത് കെടും, മണ്ണെണ്ണ കെടും, ക്രൂഡ് ഓയിലും കെടും, വെളിച്ചെണ്ണയും കെടും. അതൊക്കെ എണ്ണ വലിച്ചകത്തുന്നത്. മനസ്സിലായില്ല? പന്തമായിരുന്നാൽ പോലും എണ്ണയൊഴിച്ച് കെടുത്താം. എണ്ണയൊഴിച്ചാ പന്തം കെടുത്തുന്നത്. കണ്ടിട്ടുണ്ടാവും നിങ്ങളുടെ തെയ്യത്തിലൊക്കെ എണ്ണയൊഴിച്ചാ പന്തം കെടുത്തുന്നത്. നല്ലപോലെ കത്തണം എന്നുണ്ടെങ്കിൽ എണ്ണ ഒരറ്റത്തുനിന്ന് ഒഴിച്ച് പിന്നെ അങ്ങോട്ട് തീ പിടിക്കുമ്പോൾ ഈ അറ്റത്തൊഴിച്ച് അങ്ങനെയാ പന്തം എണ്ണ ഒഴിക്കുന്നത്. തെയ്യത്തിനൊക്കെ കണ്ടിട്ടില്ല തീ വെട്ടിയും പന്തമൊക്കെ. അതിനിടയിൽ ആ ചിരട്ട കൊണ്ട് ആ തവി കൊണ്ട് പതുക്കൊന്ന് ചിരണ്ടി കൊടുക്കും നന്നായിട്ട് കത്താൻ, ആ കരിയൊന്ന് പോവാൻ. തെയ്യത്തിന് പന്തത്തിന് തീ ഒഴിക്കാൻ എണ്ണ ഒഴിക്കാനും പോയിട്ടില്ല. എന്തൊരു ജന്മം ദൈവം. അത് ഈ തെയ്യവും തെയ്യക്കോലൊക്കെ ഞാനേ കണ്ടിട്ടുള്ളൂ, നിങ്ങൾ കണ്ടിട്ടില്ല. ഇപ്പോഴാണ് നമ്പ്യാർക്ക് ശബ്ദം ഉണ്ടായത്. ഞാൻ ഓർക്കുകയും ചെയ്തു, ഇന്നെന്താ ഈ ഫ്രണ്ടിലെങ്ങും കാണാത്തത്, എവിടെയോ പോയി ഒളിച്ചിരിക്കുന്നത്. കപ്പയുടെ ശക്തിയായിരിക്കും. ഒരർദ്ധബോധാവസ്ഥയിൽ ഞെട്ടി ഉണർന്നു. അപ്പോ പെട്രോൾ ഒഴിച്ച് തീ കെടുത്തുന്നത് പോലെയാണ് വിഷയങ്ങളെ അനുഭവിക്കുന്ന സങ്കല്പങ്ങൾ കൊണ്ടും വിഷയ അനുഭവങ്ങൾ കൊണ്ടും വിഷയങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതെന്ന് മഹർഷി രമണൻ ഭംഗിയായി പറഞ്ഞിട്ടുണ്ട്. സത്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഓരോ വിഷയത്തിലും അതിൻ്റെ അനുഭവ വേളയിൽ അപൂർണതയുടെ അംശമുണ്ട്. ശരിയല്ല? അതില്ലെങ്കിൽ ഒരു ധർമ്മപുത്രനെ കൊണ്ട് മറ്റു പോസിറ്റീവ് റെമഡികളില്ലാതെ
ജനസംഖ്യ നിയന്ത്രിതമാകുമായിരുന്നല്ലോ. ചോദ്യം മനസ്സിലായില്ല. അതിനേക്കാൾ ഉദാഹരണം എളുപ്പം വേറെയില്ല. 1947 30 കോടി ജനങ്ങളുണ്ടായിരുന്ന ഈ രാജ്യത്ത്, റൈറ്റ്, 1947 ശേഷമുള്ള ശാസ്ത്ര പുരോഗതിയും ശാസ്ത്രീയ ജീവിത മാർഗങ്ങളും അശാസ്ത്രീയങ്ങളും അന്ധവിശ്വാസങ്ങൾ കലർന്നതുമായ ജീവിതക്രമങ്ങളിലെ മനുഷ്യൻ ജീവിച്ചിരുന്ന കാലങ്ങളിൽ 47 രാഷ്ട്രം കൈമാറുമ്പോൾ 30 കോടി ജനങ്ങളുണ്ടായിരുന്നത് ഫാമിലി പ്ലാനിങ്ങും എണ്ണമറ്റ പോസിറ്റീവ് റെമഡികളുടെ ലാക്ടക്സ് കമ്പനികളും രംഗപ്രവേശം ചെയ്ത് കഴിഞ്ഞിട്ടും 100 കോടി 10 ലക്ഷത്തിലപ്പുറത്തേക്ക് ഇത് വികസിച്ച് വളർന്ന് പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത് പെട്രോൾ ഒഴിച്ച് തീ കെടുത്താൻ പറ്റില്ല എന്നതിൻ്റെ പ്രത്യക്ഷ ദൃഷ്ടാന്തമല്ലേ? മനസ്സിലായില്ല. ശങ്കരാചാര്യരുടെ കാലത്ത് അദ്ദേഹം വയസ്സികതയെ കാമവികാര എന്ന് ചോദിച്ചുവെങ്കിൽ എല്ലാ വയസ്സനും വയസ്സിയും ഇന്ന് ഡൈയും ചെയ്ത് തിരക്കുള്ള ബസ്സിൽ നേരത്തെ കയറുന്നത് കാണുമ്പോൾ ശങ്കരാചാര്യർക്ക് തെറ്റിയോ എന്ന് പോലും ശരിയല്ല. പറഞ്ഞത് കള്ളമാണ്. ഞാൻ പറഞ്ഞതൊരു അടിക്കുറിപ്പ് കൂടെ ആയിരുന്നേ ഉണ്ട്. അധികാരത്തിൻ്റെ കാമനയും വിഷയലോലുപത്വവും എല്ലാം വിഷയകാമനകളിലൂടെ സഞ്ചരിച്ചു വാർദ്ധക്യത്തിൽ കൂടുന്നതായാണ് നമ്മുടെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങൾ തെളിയിക്കുന്നത്. ശരിയല്ല. ഒരു പ്രാവശ്യം ഇരുന്ന് കാര്യങ്ങൾ മനസ്സിലായാൽ മറ്റൊരുത്തനെ ഏൽപ്പിച്ചു പോകാൻ എളുപ്പമാണെങ്കിൽ ഇരുന്നിടത്തുനിന്നിറങ്ങാൻ ആരും വിഷയലോകങ്ങളിൽ തൽപരരല്ലെന്ന് കാണുമ്പോൾ വിഷയം അനുഭവം കൊണ്ട് തീരുന്നില്ല എന്ന് സ്പഷ്ടമല്ലേ? ചോദ്യം മനസ്സിലായില്ല. പത്ത് പ്രാവശ്യം നിന്നവൻ 11ാമത്തെ പ്രാവശ്യം നിൽക്കണ്ട എന്ന് പറഞ്ഞാൽ ഉടക്കുണ്ടാക്കുകയും വേറെ പ്രസ്ഥാനം രൂപീകരിക്കുകയും ചെയ്യുന്ന രാജ്യത്ത്, മനസ്സിലായില്ല, കാമം അനുഭവം കൊണ്ട് തീരില്ലെന്ന് പഠിപ്പിക്കാൻ വേറെ ഉദാഹരണം വല്ലതും വേണോ? നിങ്ങളുടെ MLA-മാരെയും MP-മാരെയും ലോക്കൽ കമ്മിറ്റികളെയും ചോട്ടാ നേതാക്കന്മാരെയും ബഡാ നേതാക്കന്മാരെയും ഒക്കെ ഒന്നിച്ചു വെച്ച് നോക്കിയാൽ ആർക്കാണ് മനസ്സിലാവില്ലാത്തത് കാമമെന്നത് അനുഭവിച്ചാൽ തീരില്ല എന്ന്? എന്നിട്ടും ആധുനിക ആധ്യാത്മിക വ്യവസായികൾ ഭംഗിയുള്ള ഭാഷയിൽ നിങ്ങളുടെ കാമം എങ്ങനെയും അനുഭവിക്കൂ, എന്നിട്ടതിൽ നിന്ന് മോചനം നേടൂ എന്ന് പറയുന്നത് സത്യമായിരിക്കുമോ? അനുഭവിക്കും തോറും കാമത്തിലുള്ള വാസന സൂക്ഷ്മവും കാരണവുമായി വർദ്ധിക്കില്ലേ? ശരിയല്ല. സംശയമല്ലേ ഉള്ളൂ, സാരമില്ല. സംശയം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് ഉദ്ദേശമുള്ളൂ. സംശയമുണ്ടല്ലോ, ഇറ്റ് ഈസ് ഇനഫ്. ആധ്യാത്മിക രംഗത്ത് തന്നെ അവർ നിന്നിട്ട് കേസാണ്.
എല്ലാ ശ്രമങ്ങളിലും. ഇനി രാഷ്ട്രീയ മണ്ഡലത്തിലും കൂടെ അവരെ കയറ്റി കുളമാക്കണോ? ഞാൻ ക്ലീൻ ഷേവിലാണ് വന്നിരിക്കുന്നതെങ്കിൽ എന്നെക്കാൾ മുഖശ്രീയുള്ള എൻ്റെ ഒരു ശിഷ്യൻ ക്ലീൻ ഷേവിലെത്തിയാൽ നാളെ മുതൽ അവന് വാണിംഗ് കൊടുത്ത് നീ ക്ലീൻ ഷേവിലെത്തിക്കൂടാ എന്ന് പറയുന്നിടത്താണ് ഞങ്ങൾ തമ്മിലുള്ള ആധ്യാത്മികത പോലും. മനസ്സിലായില്ല? കാരണം അവനെ നിങ്ങൾ കണ്ട് അവൻ്റെ സൗന്ദര്യത്തിൽ നിങ്ങൾ ആകൃഷ്ടരായാൽ എനിക്കുള്ള സ്ഥാനമാനങ്ങൾ കുറയും എന്നൊരു ബോധം, ഭൗതികമായ എൻ്റെ മുഖശ്രീയിലാണ് എൻ്റെ ആധ്യാത്മികത എന്ന ധാരണ. അതിന് നിയമമുണ്ടാക്കുമ്പോൾ അവൻ ബ്രഹ്മചാരി ആണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ കൂടെ വന്ന് ചേരുന്നതിന് മുമ്പ് കല്യാണം കഴിച്ചിട്ടുണ്ട് എങ്കിൽ അതുള്ളവരെല്ലാം തൽക്കാലം ക്ലീൻ ഷേവ് വേണ്ട എന്നായിരിക്കും. അതൊക്കെ സൂത്രത്തിൽ കണ്ടുപിടിക്കാൻ എനിക്ക് സെക്രട്ടറിമാരും കാണും. ഇതൊക്കെ ഞാൻ ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. ഇത്ര ശ്രദ്ധാപൂർവമാണ് ഞാൻ എൻ്റെ മാനേജ്മെൻറ്റ് നിർവഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്നെപ്പോലുള്ളവർ ഇനി രാഷ്ട്രീയത്തിലും കൂടെ ചെന്നാൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ കുളമാകുകയില്ലേ? ചോദ്യം മനസ്സിലായില്ല. എവിടെയാണ് ഈ ആന്തരികമായ വികാരങ്ങൾ വെൻ്റ് ഔട്ട് ചെയ്യുന്നത്? ഓരോ വികാരവും മനസ്സിലുദിക്കുമ്പോഴും കാമം, സങ്കല്പം, കർമ്മമെന്ന നിലയിലേക്ക് പൊട്ടിവിടരുമ്പോഴും ആ കർമ്മങ്ങളിൽ 1000 കർമ്മങ്ങളുടെ ബീജം ആഗന്തുകമായി ഉണ്ടാവുകയാണോ, അതല്ല കർമ്മം അവിടെ വെച്ച് തീരുകയാണോ? കിടക്കാനൊരു വീടെന്ന സങ്കല്പം മാത്രമായി തുടങ്ങിയ വീട് പ്ലാനും വരച്ച് പണി തുടങ്ങുമ്പോഴേക്ക് അതിനു വേണ്ട അനുബന്ധങ്ങളുടെ എണ്ണം കൂടുമ്പോൾ കടം ബാങ്കിൽ നിന്ന് എടുക്കുമോ? പരിചയക്കാരോട് വാങ്ങുമോ? അനുബന്ധങ്ങൾ കൂടി വരുമ്പോൾ കയറിക്കിടക്കുക എന്നുള്ളതിനപ്പുറം അന്യരെ അത്ഭുതപ്പെടുത്തുക എന്നുള്ളതിലേക്ക് അത് വികസിക്കുമോ? എനിക്ക് കയറിക്കിടക്കാനുള്ള വീട് എന്ന വികാരം കർമ്മമായി രൂപാന്തരപ്പെട്ട് വീടായി തീരുകയല്ല, അനുബന്ധങ്ങളായി വികസിച്ച് കടങ്ങളും കടത്തിന്മേൽ കടങ്ങളും അതടയ്ക്കാനുള്ള ഭാവങ്ങളുമായി വീണ്ടും വികസിച്ച് വരുമ്പോൾ ഒടുങ്ങാത്ത സമസ്യയിലൂടെ ഞാനും നിങ്ങളും സഞ്ചരിക്കുക മാത്രമല്ലേ? എവിടെയാണ് അത് പുറകെയാവാം. ഇത് ശരിയാണ് എന്ന് തോന്നിക്കഴിഞ്ഞു മതിയല്ലോ പരിഹാരം. ഇതുവരെ ഇതല്ല ശരി, ഇതൊക്കെ ഇങ്ങനെ കുഴപ്പമില്ലാതെ പോകുമെന്ന് വിശ്വസിച്ച് കുറേ ഓടിയല്ലോ, അതിന് കുറേ പണികൾ കാണിച്ചല്ലോ, ഇല്ല കുറേ പറ്റിച്ചല്ലോ. മറ്റുള്ളവരെയല്ല, നമ്മളെ. വേറെ ആരെയും നമുക്ക് പറ്റിക്കാൻ പറ്റില്ല. അങ്ങനെ ധരിച്ചിട്ടുണ്ട് തെറ്റി. ഞാനിവിടെ ശീർഷാസനത്തിലിരുന്നാൽ അത് കണ്ടിട്ട് പോകുന്നവൻ മുകളിലോട്ട് കയറി പോകുമ്പോഴത്തേക്കോ ഇപ്പോഴാണ് അയാൾ ഇതാ നിൽക്കുന്നത്, നമ്മളെ കാണിക്കാനാടാ. അവനെ പറ്റിക്കാനൊന്നും പറ്റില്ല, അവൻ നമ്മളെക്കാൾ വലിയവനാ. മനസ്സിലായില്ലേ? രാവിലെ ഞാൻ എൻ്റെ സുഹൃത്ത് വിളിച്ച് പ്രോഗ്രാമിന് വന്ന് അയാൾ തന്നിരിക്കുന്ന വീട്ടിനകത്ത് കുളിക്കാൻ കയറുന്നതിന് മുമ്പ് ആദ്യത്തെ ഭാവമായിരുന്നു കുറേ ജപവും കാര്യമൊക്കെ ചെയ്ത്, പിന്നെ കുളിച്ചിട്ട് വന്ന് ജപമായി, പിന്നെ ശീർഷാസനത്തിൽ നിൽക്കുകയായി ഒക്കെ ചെയ്യുമ്പോൾ അയാൾ പതുക്കെ പാളി നോക്കി നമ്മൾ ഇങ്ങനെ സാധനയും കാര്യമൊക്കെ ചെയ്യുകയാണെന്ന് കാണുമ്പോൾ അയാൾ മക്കളെയും ഭാര്യയൊക്കെ വിളിച്ചിട്ട് പറയുന്നത് 2 ഇഡ്ഡലി കൂടുതൽ കിട്ടാനുള്ള പണിയാണ്, കൊടുത്തേക്കണം കേട്ടോ. അയാളുടെ പണി തീർന്നു, അയാളെ നമ്മൾ പറ്റിച്ചില്ല. പക്ഷെ നമ്മൾ നമ്മളെ പറ്റിക്കുന്നുണ്ട്. ശരിയല്ല. ഇത് ശരിയാണെന്ന് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അയാൾക്കുണ്ട്. മനസ്സിലായില്ല?
നമുക്കിത് തെറ്റാണെന്ന് ഉറപ്പും ശരിയാണെന്ന് മറ്റവനെ കാണിക്കാനുള്ള ചെയ്തിയും ഉള്ളപ്പോൾ രണ്ട് ഭാവങ്ങളുള്ളത് നമുക്ക് മാത്രമാണ്. നമ്മൾ നമ്മളെ മാത്രമേ പറ്റിക്കുന്നുള്ളൂ. പിടികിട്ടില്ല. അപ്പൊ ഇതുവരെ വിചാരിച്ച് മറ്റുള്ളവനെ പറ്റിക്കുന്നു എന്ന് പറഞ്ഞത് അവന് പറ്റുകയില്ല. അവനാകെപ്പാടെ ഇത് വളരെ രസകരമായിട്ട് എടുക്കുകയുള്ളൂ. അത് പിടിയിട്ടിട്ടില്ല. നമ്മളീ പറയുന്നതൊക്കെ അവനെ സംബന്ധിച്ച് അവന് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം, ഇഷ്ടമില്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കാം. സ്വാതന്ത്ര്യം അവൻ്റെ കയ്യിലാണ്, നമ്മുടെ കയ്യിലല്ല. അതിപ്പോഴാണ് അറിയുന്നത്. അയാൾ കാരണം ചെയ്തൊരു തമാശയായിട്ട് എടുത്താ കൊള്ളാം, ഞങ്ങളുടെ അവിടെ ഒരു സ്വാമി വന്നിരുന്നു, 1.5 മണിക്കൂർ ധ്യാനിക്കും, ഞാൻ കണ്ടു എന്ന് പറയുമ്പം രണ്ടർത്ഥത്തിലും അയാൾക്ക് പറയാം. മനസ്സിലായില്ല? അയാൾ സ്വതന്ത്രനായി കാര്യത്തിൽ. അപ്പം നമ്മൾ ഈ ആളുകളെയൊക്കെ വിശ്വസിപ്പിച്ചു എന്നും അവരൊക്കെ വിശ്വസിച്ചു എന്നും അവർക്ക് പറ്റിയെന്നും ഒക്കെ പറഞ്ഞാൽ ഇരിക്കുന്നത്. ആകെ പറ്റ് നമുക്കേ പറ്റിയിട്ടുള്ളൂ. അച്ഛൻ ഗംഭീരമായിട്ട് കോപിക്കുകയാണ്, ചൂടാകുകയാണ്. ഇപ്പം മകനാകപ്പാടെ നിന്ന് മുമ്പിൽ നിന്ന് വിറയ്ക്കുകയാണ്. വിറച്ച് കഴിഞ്ഞവൻ പതുക്കെ അടുക്കളയിലേക്ക് എന്നിട്ട് ചൂടായിട്ടൊരു ചായ എങ്ങനെ കൊടുക്കുക തള്ളേ, അയാളെ മര്യാദയ്ക്ക് ഇരുത്താനെ എന്ന് പറഞ്ഞിട്ട് ഇവൻ കൂളായിട്ട് പോവാണ്. ആർക്കാ പറ്റിയേ? അച്ഛന് പറ്റിയോ മകന് പറ്റിയോ? അവനൊരാഴ്ച കഴിഞ്ഞതിൻ്റെ പണ്ടത്തതിൻ്റെ പിന്നത്തതായിട്ട് വീണ്ടും വരികയാണ്. കാരണം അവൻ നേരത്തെ ഇതിൻ്റെ റിഹേഴ്സലും കഴിഞ്ഞാൽ വന്നിരിക്കുന്നത്. അച്ഛൻ എത്ര ചൂടാവും, എങ്ങനെ മുമ്പിൽ നിൽക്കണം, എത്ര നേരം നിൽക്കണം, അതിൻ്റെ റിഹേഴ്സലും കഴിഞ്ഞാൽ വരുന്നത്. അവൻ്റെ അകത്ത് ചിരിയും വരുന്നുണ്ട്. കാരണം അച്ഛൻ്റെ ചൂടും അവൻ്റെ നിപ്പും ഓർത്തിട്ട്. മനസ്സിലായില്ല? അപ്പോൾ അവൻ ആസ്വദിക്കുകയാണ്. അച്ഛന് ഈ സ്വാതന്ത്ര്യമില്ല. അച്ഛൻ്റെ നിയന്ത്രണം ഇല്ലാവുന്ന കോപമാണ്. മനസ്സിലായില്ല? ഇതുവരെ ഈ നമ്പറൊന്നും അറിയില്ല. ഇനി എന്തോ ഈ പഠിച്ചേ? ഒരു നമ്പരും ഇല്ലാതെ ജീവിച്ചതുവരെ. കഷ്ടം. അതിൽ പോകുന്നതിന് മുമ്പ് ഈ നമ്പർ മുഴുവൻ അഴിക്കണം. എത്ര നമ്പരാണെന്നറിയോ? എത്ര ജന്മങ്ങളുടെ നമ്പർ. ഇത് കിടക്കുന്ന മുഴുവൻ ഇളകി പോകണ്ടേ? ഇത് സാധാരണ സാധനം. അവിഭക്തി ചൂർണവും മാണിഭദ്രവും ഒന്നും ഇത് ഇളക്കുകയില്ല. ഇത് ബാലസുത തന്നെ. അതും ആനയുടെ ഡോസിൽ കൊടുത്താലേ പറ്റുള്ളൂ. മനുഷ്യൻ്റെ ഡോസിലൊന്നും ഇളകുകയില്ല. ശരിയല്ല? ചില പിള്ളേരിങ്ങനെ വീട്ടിലുണ്ട്, വളരെ മിടുക്കന്മാർ. അവന്മാർ അച്ഛനെ കാണുമ്പോഴേ ഒതുങ്ങി വളരെ വിനയാന്വിതരായി. അവൻ്റെ നിപ്പ് കാണുമ്പോഴേക്ക് അമ്മയ്ക്ക് തന്നെ ഒരു സംശയം തോന്നും. അപ്പോൾ അമ്മ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും ഇന്നെല്ലാം തകർക്കും. അപ്പോൾ അവൻ വളരെ കൂളായിട്ട് അമ്മയോട് പറയും ഒന്നും തകർക്കുകയില്ല, ഞാൻ ഇവിടെ ഉണ്ട്, ഒന്നും തകർക്കില്ല, അമ്മ പേടിക്കുകയൊന്നും വേണ്ട. എന്നിട്ട് അവൻ അച്ഛനെ ഇങ്ങനെ നോക്കി വളരെ പഞ്ചപുജ്ജ അടക്കി നിൽക്കുന്നതിനിടയിൽ കണ്ണ് തിരിഞ്ഞ് അമ്മയെ നോക്കി ഒന്ന് കണ്ണടച്ച് കാണിക്കും. അച്ഛൻ കാണാതെ. ഈ കോപമെല്ലാം കഴിഞ്ഞ് ഇയാൾ ബഹളമൊക്കെ വെച്ച് ആകെ വരണ്ട് പ്രഷറൊക്കെ ഇയാളുടെ കൂടി. അതതിൻ്റെ രസം. ഇവനൊരു പ്രശ്നവുമില്ല. അതുകൊണ്ട് ലോകത്ത് ഏത് പരിപാടിയിലും ഞാൻ എന്നെ അല്ലാതെ പുറത്തൊരുത്തനെ പറ്റിക്കാൻ പറ്റില്ല.
ഈ ഓരോ വികാരവും ഓരോ വിഷയവും ഓരോ ഭാവവും നമ്മുടെ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരത്തിലല്ലാതെ അവൻ്റെ സ്ഥൂലത്തിലോ സൂക്ഷ്മത്തിലോ കാരണത്തിലോ കളിക്കുന്നില്ല. ഇത്ര അറിഞ്ഞാൽ തന്നെ എന്തൊരു സുഖമുണ്ടെന്നറിയോ? അപ്പം നിങ്ങളൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ വലിയ വില്ലന്മാരായിട്ട് വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന പിള്ളേരൊക്കെ നിങ്ങളെ കാണുമ്പോഴേ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നത് വലിയ ജാടകളായിരിക്കും, വളരെ മിടുക്കന്മാർ. അതറിയണമെങ്കിൽ ഇടയ്ക്കൊന്ന് ഇറങ്ങി നോക്കണം. എന്നിട്ടൊന്ന് ചെന്ന് നോക്കണം. അപ്പം നിങ്ങളുടെ കോട്ടുമൊക്കെ ഇട്ട് സിറ്റ് ഡൗൺ എന്ന് പറഞ്ഞ് നിങ്ങളുടെ ആ വേഷമൊക്കെ കെട്ടി അവൻ ആടുന്നുണ്ടാവും. ഇപ്പോഴാണ് ചിന്തിക്കുന്നതല്ലേ? ചിലരൊക്കെ ഇന്ന് തന്നെ വീട്ടിലെത്തും. അതെ, അവിടെ തന്നെ ഉണ്ടോയെന്നറിയാൻ ഇപ്പം തന്നെ നിങ്ങളിറങ്ങിയപ്പോഴേ അപ്പുറത്തെ വാതിൽ അവനും ഇറങ്ങി കാണും. നിങ്ങൾ കാര്യമായി പൂട്ടിയൊക്കെ വെച്ചിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അവൻ ചട്ടുകം കൊണ്ട് അതിൻ്റെ സ്ക്രൂ ആണി അവനെടുത്തിട്ടുണ്ടാവും. സ്ക്രൂ ഡ്രൈവർ അവിടെ കാണുകയില്ല. അവൻ ചട്ടുകം കൊണ്ട് സ്ക്രൂ ആണി എടുത്ത് തുറന്ന് സാധനം എടുത്ത് തിരിച്ച് 2 തീപ്പെട്ടിക്കൊള്ളി ആ ദ്വാരത്തിനകത്ത് കയറ്റി വീണ്ടും അത് വെച്ച്, കാരണം നല്ലപോലെ മുറുക്കി ആ സ്ക്രൂവും മുറുക്കി വെച്ചിട്ടുണ്ടാവും. പൂട്ടൊക്കെ പൂട്ടി തന്നെ ഇരിപ്പും ഉണ്ടാവും. ആളുകൾ പോകാൻ തുടങ്ങി തോന്നുന്നു. അവിടുന്ന് ആളുകൾ ഇവിടുന്ന് ആളുകളൊക്കെ ഏറ്റവും ഏത് അതുകൊണ്ട് ആകെ ഒന്ന് മാത്രമേ പറ്റൂ. നമ്മുടെ സൂക്ഷ്മ കാരണ ശരീരങ്ങളിലേക്ക് ആധ്യാത്മികത കൊണ്ട് ആപ്ലാവിതമാക്കുക. ഇതാണ് അതിനുള്ള വഴി. അതിനെ നല്ലതുപോലെ തഴുകി തലോടി അതിൽ സർജനം ചെയ്ത് നിർത്തുക. അവിടെ എത്തണം ആധ്യാത്മികത. അതിനുള്ള വഴിയാണ് ആദ്യം വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ വലിക്കുക, അല്ലാതെ വിഷയങ്ങളിലേക്ക് പോവുകയല്ല. ഇന്ദ്രിയങ്ങളും വിഷയങ്ങളുമായുള്ള ബന്ധം സ്ഥൂലമാണ്, അവിടെ കട്ട് ചെയ്യാൻ പറ്റും. നേരത്തെ ഇന്ദ്രിയങ്ങളും വിഷയങ്ങളുമായി ബന്ധിച്ച് സൂക്ഷ്മ ശരീരത്തിലും കാരണശരീരത്തിലുമുള്ളതിനി കട്ട് ചെയ്യാൻ പറ്റില്ല. അതെറിഞ്ഞ് കഴിഞ്ഞ കല്ലാണ്. അത് വരുന്നത് പോലെ വരട്ടെന്ന് തീരുമാനിക്കുക. അതിൽ നമുക്ക് യാതൊരു നിയന്ത്രണവുമില്ല. അതിലൊരെണ്ണം പോലും നമ്മുടെ നിയന്ത്രണത്തിൽ പെടുകയുമില്ല. സോ അതുണ്ടാകട്ടെ മറയട്ടെ. ഇന്നു മുതൽ എൻ്റെ ഇന്ദ്രിയങ്ങളെ എൻ്റെ ചൊൽപ്പടിയിൽ നിർത്തി ചിന്താപൂർവം വേണ്ടത് വേണ്ടാത്തത് തെരഞ്ഞ് മാത്രം ഉപയോഗിക്കും. എങ്ങനെയാണോ സദശ്വത്തെ ഉത്തമനായ കുതിരക്കാരൻ തേരാളി നിയന്ത്രിച്ച് ശരിയായ വഴിയിലൂടെ രഥത്തെയും രഥിയെയും കൊണ്ടുപോകുന്നത്, അതുപോലെ ഞാൻ എൻ്റെ ഈ ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ ഉത്തമമായ മാർഗത്തിൽ തന്നെ കൊണ്ടുപോകും എന്ന് തീരുമാനിക്കുക. സദശ്വത്ത എന്ന പോലെ, ദുഷ്ടാശ്വത്ത എന്ന പോലെ കടിഞ്ഞാണില്ലാതെ കൊണ്ടുപോയാൽ അതെല്ലാം വാസനകളായി രൂപാന്തരപ്പെട്ടു വരും. ഇപ്പോൾ ക്ലിയറായി. സദശ്വവും ദുഷ്ട അശ്വവും. 4 കുതിരയെ കെട്ടിയാൽ
നാലും സമഗ്രമായി പോകുന്ന വഴിയുണ്ട്. 4 കെട്ടിയാൽ 4 വഴിയിലേക്കത് തിരിഞ്ഞ് കാലിടുന്ന വഴിയുണ്ട്. വേഗത കുറയും. അതിലൊരെണ്ണം വീണാൽ വേഗത കുറയും. മനസ്സിലായില്ല? ഇന്ദ്രിയങ്ങൾ പല വഴിക്കാവരുത്. ഇന്ദ്രിയങ്ങൾ തരുന്ന ഭാവതലങ്ങൾ ഒരേ വഴിക്കാകണം, സമഗ്രമായിരിക്കണം. മനസ്സിലായി? അപ്പം സമഗ്രമാകുമ്പോൾ അത് സദാചാരപൂർവമാകും. അപ്പോൾ തേരാളിക്ക് കടിഞ്ഞാൺ നിയന്ത്രിച്ച് കൃത്യമായ വഴിയിലൂടെ കൊണ്ടുപോകാം. ഒറ്റ കുതിരയെ കെട്ടിയ തേര് പോലല്ല, ഇത് 5 കുതിരകളെ കെട്ടിയ തേരാണ്. പഞ്ചേന്ദ്രിയ വിഷയങ്ങളാണ് കിടക്കുന്നത്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു ഇന്ദ്രിയം നിന്നുപോയാൽ ബാക്കി ഇന്ദ്രിയങ്ങൾക്ക് ആലസ്യമുണ്ടാവും. വിഷയലോലുപത്വം നമ്മെ അവിടെ തട്ടി നിൽക്കാൻ പ്രേരിപ്പിക്കും. വിഷയങ്ങൾ അപ്രധാനമാവുകയും ലക്ഷ്യം പ്രധാനമാവുകയും ചെയ്യുമ്പോഴേ ലക്ഷ്യത്തിലെത്തൂ. പശുവിനെ അന്വേഷിക്കാൻ പോയതാ, കാട്ടിൽ കയറിപ്പോയ പശുവിനെ അന്വേഷിച്ചാ പോയെ. ദിവസം 10-30 കഴിഞ്ഞു, ഇതുവരെ പശുവിനെ മാത്രം കണ്ടില്ല. ഒരുപാട് പുസ്തകം എഴുതി. കാരണം കയറിപ്പോയപ്പോൾ ആദ്യം ഒരു മരം കണ്ടു, അതിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പഠിച്ചു. പിന്നെ വേറൊന്ന് കണ്ടു, അതിനെപ്പറ്റി പഠിച്ചു. ഇങ്ങനെയാണ് ഗവേഷണം എന്ന് പറയുന്നത്. ഗവാം ഈക്ഷണം. മനസ്സിലായില്ല? ഇതുപോലാവും. അത് വരാതിരിക്കാനാണ് ഇന്ദ്രിയങ്ങളെ ആദ്യം നിലയ്ക്ക് നിർത്തിയാൽ മാത്രമേ അന്തർയോഗം സാധ്യമാവൂ. ഇന്ദ്രിയങ്ങൾ ബാഹ്യമായി നിൽക്കുന്നിടത്തോളം അന്തർയോഗം സാധ്യമല്ല. ഇതിന് കാരണം പ്രകടമായ സഭയിൽ നിന്ന് പോലും മനസ്സിനെ ഹരിച്ചു കൊണ്ടുപോകുന്നവനായി ഇന്ദ്രിയം. ഗീതയിൽ അങ്ങനെ പറയുന്നുമുണ്ട്. ഓർമ്മയുണ്ടാവുമോ ശ്ലോകം? രണ്ടാം അധ്യായം. ഹരന്തി പ്രസഭം മന. പ്രമാദികളായ ഇന്ദ്രിയങ്ങൾ മനസ്സിനെ പ്രകടമായ സഭയിൽ നിന്ന് ഹരിച്ചു കൊണ്ടുപോകുന്നു. പ്രകടമായ സഭയിൽ നിന്ന്. യോഗ പഠിക്കാൻ ചെന്നതാ. രണ്ട് മൂന്ന് ആസനങ്ങൾ കഴിഞ്ഞു. അപ്പോഴാണ് നേരെ പശ്ചിമോത്തനാസനം. അതിൽ വേണ്ടത്ര മുട്ട് നേരെയല്ല. അപ്പോഴാണ് ആചാര്യൻ വന്ന് മുട്ട് നേരെയാക്കാൻ ഒന്ന് തട്ടിയത്. ആ കൈയുടെ സ്പർശം ഒരു 3 ജന്മത്തിനപ്പുറം ഇതുപോലൊരു സ്പർശത്തിലേക്ക് പോയി. അടുത്ത ആചാര്യനെ കാണുമ്പോൾ, അടുത്ത നിമിഷം ആചാര്യനെ കാണുമ്പോഴുള്ള ചിരിയിൽ മനസ്സ് ഇന്ദ്രിയങ്ങളാൽ ഹരിക്കപ്പെട്ടു. 2 മാസം കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ ദേഷ്യം വരുമാറ് ആചാര്യൻ ശിഷ്യയെ വിവാഹവും കഴിച്ചു. മനസ്സിലായില്ല? ഒരു പറ്റം ആധ്യാത്മികത പോയെന്ന്, ഒരു പറ്റം ആധ്യാത്മികത കൂടിയെന്ന്. മനസ്സിലായില്ല? പറ്റം എന്തായിരുന്നാലും ഇന്ദ്രിയം മനസ്സിനെ ഹരിച്ചു. എൻ്റെ ആയാലും നിങ്ങളുടെ ആയാലും ഹരിക്കും. മറ്റൊരാളുടെ ഹരിക്കുമ്പോൾ നമ്മൾ അങ്ങനെയൊന്നും അല്ലെന്നുള്ള മട്ടിലൊക്കെ പറയും. മനസ്സിലായില്ല? എപ്പോഴാണ് ഇത് കയറി വരിക എന്ന് ഒടേ തമ്പുരാന് പോലും നിശ്ചയമില്ലാത്ത സാധനമാണ്. കാരണം അനേക ജന്മങ്ങളിലാണ് കിടക്കുന്നത്. വാചകമൊക്കെ ഇഷ്ടം പോലെ അടിക്കാം. വന്നു കഴിയുമ്പോഴാണ് എനിക്ക് വരുമ്പോൾ അത് അങ്ങനെയൊന്നും അല്ല സംഭവിച്ചത്, അത് ത്യാഗമാണ്. മനസ്സിലായില്ല? മറ്റവൻ ചെയ്തത് ശരിയല്ല. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. പ്രകടമായ സഭയിൽ അല്ല, ഇത് ആൾക്കാരൊന്നും ഇല്ലാത്തടത്തല്ല, എല്ലാവരും കൂടെ നിൽക്കുന്നിടത്താ വലിച്ചുകൊണ്ട് പോകുന്നത്.
ഒരിന്ദ്രിയം ഏത് സഭയിൽ നിന്നും വലിച്ചുകൊണ്ട് പോകുന്നതാണ്. മനസ്സിനെ കൊള്ളക്കാരൻ മാത്രം ആ സഭയിൽ നിന്ന് കൊണ്ടുപോകുന്നത്. കള്ളൻ രാത്രിയിലൊക്കെ വന്ന് കമ്പി മുറിച്ചിട്ടൊക്കെ കയറുള്ളൂ. മനസ്സിലായില്ല? ഇന്ദ്രിയങ്ങൾ കൊള്ളക്കാരാണ്, കള്ളനല്ല. മനസ്സിലായില്ല? സഭാമര്യാദകളൊന്നുമില്ല, അവൻ കൊണ്ടുപോകും. അതുകൊണ്ട് ആദ്യം ഈ വ്യാപാരത്തെ, സ്ഥൂലേന്ദ്രിയ വ്യാപാരത്തെ നിയന്ത്രിച്ചാൽ ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസനകളെ